നോക്കുന്നത് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസിൻ്റെ മറ്റൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് 4 ഫോഴ്സസ് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ റിസൾട്ടൻ്റും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഡയറക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ റിസൾട്ടൻ്റ് ഇക്വേഷൻ നമുക്കറിയാമല്ലോ എന്താണ്. റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ ആണ്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ 2 ടേംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഫോഴ്സസിനെ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കി ഫോഴ്സസ് ഒക്കെ എന്താണ്, ഇൻക്ലൈൻഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൈൻഡ് ഫോഴ്സസിനെ വെച്ചിട്ട് നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കതിനെ റിസോൾവ് ചെയ്യണം. ഓരോ ഫോഴ്സിനെയും എടുത്തിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് ഈ 80 കിലോ ന്യൂട്ടൺ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 80 കിലോ ന്യൂട്ടൺ എഴുതി. നോക്കി ഇതിൻ്റെ നമുക്ക് എന്ത് വേണം, റിസോൾവ് ചെയ്യാൻ നമുക്ക് ആംഗിൾ വേണം അല്ലേ. ഈ ഒരു ഫോഴ്സ് ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് അത് വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. ഇവിടെ നോക്കിയാൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ റിസോൾവ് ചെയ്യാനായിട്ട് അറിയാമല്ലോ, കഴിഞ്ഞ പ്രോബ്ലംസ് കണ്ടവർക്ക് ഉറപ്പായിട്ടും റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നോക്കി 80 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ഈ ആക്സസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പോണൻ്റ് എന്താണ്, കൊസൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 80 ഇൻറ്റു കോസ് 30. ഇനിയിപ്പം ഈ കമ്പോണൻ്റ് എന്ത് വരും, ആ കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ് വരും, 80 ഇൻറ്റു സൈൻ 30. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ ഫോഴ്സ് ഈ പോയിന്റിൽ നിന്നും പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2 കമ്പോണൻ്റ് ഡയറക്ഷൻ എങ്ങനെയാണ്, പുറത്തേക്ക് വരും. നമുക്ക് അടുത്ത ഫോഴ്സിനെ എടുക്കാം. അടുത്ത ഫോഴ്സ് 65 കിലോ ന്യൂട്ടനാണ്. ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 65 കിലോ ന്യൂട്ടനെ വരച്ചു. ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യണം, നമുക്ക് ഹൊറിസോണ്ടലുമായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നിങ്ങൾക്ക് ആംഗിൾ തന്നിട്ടുണ്ടോ, ഇല്ല അല്ലേ. പക്ഷേ അതിവിടെ ഹൊറിസോണ്ടലുമായിട്ടും ഇല്ല ഉള്ള ആംഗിളും ഇല്ല, വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിളും ഇല്ല. പക്ഷേ അതിൻ്റെ പകരം നിങ്ങൾക്ക് വേറൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്, ഇതിൻ്റെ സ്ലോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ ഞാൻ ആ 65 കിലോ ന്യൂട്ടൺ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. നോക്കി 65 കിലോ ന്യൂട്ടൺ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കി, അതിൻ്റെ സ്ലോപ്പാണ് അല്ലേ. അപ്പോൾ ഞാൻ അതിന് ഇങ്ങോട്ട് ജസ്റ്റ് വരയ്ക്കാം. അതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്, ഈ സൈഡ് എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. എന്താ, അപ്പോൾ നോക്കി ഈ ഒരു സൈഡ് എത്രയാണ്, 4 ആണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് വേണ്ടുന്നത് എന്താണ്, ഈ ഒരു ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് വേണം. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ആംഗിൾ നമുക്ക് വേണ്ടുന്ന ആംഗിൾ ഏതാണ്, ഈ ആംഗിളാണ് അല്ലേ. ആ ആംഗിൾ നമുക്കിപ്പോൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. ഈ തീറ്റ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ. ഓക്കെ, ആ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. അതായത് നമുക്ക് വേണ്ടത് എന്താണ്, ഈ ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് വേണ്ടുന്നത് അല്ലേ. അതായത് ഈ ഒരു ലൈൻ ഇവിടെ നോക്കിയാലും ഇത് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഈ 2 ആംഗിളും സെയിം ആണ്. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, 2 പാരലൽ ലൈൻസ് ഉണ്ട്, ഇങ്ങനെ ലൈൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ആംഗിളും സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ ആംഗിളും സെയിം ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിയറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ 2 പാരലൽ ലൈൻസ് ഉണ്ട്. ഒരു ലൈൻ ഇതാണ്, അതായത് ഈ ലൈൻ, പിന്നെ ഇതാ ഈ ലൈൻ, ഇതെന്ന് പറയുന്നത് ഇതാ ഈ ലൈനാണ്. അപ്പോൾ ഈ 2 ആംഗിളും സെയിം ആയിരിക്കും. അത്രയൊന്നും ചിന്തിക്കേണ്ട, ഈ ഒരു ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി ഇനി എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ എഴുതാമല്ലോ. നമുക്ക് ടാൻ തീറ്റ എഴുതാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്, ഇതാണ്. അപ്പോൾ നമുക്ക് എഴുതാം 3 ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്, 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കിട്ടുമല്ലോ. എങ്ങനെയാണ്, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മളതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 36.86 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടി അല്ലേ. അതായത് 65 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, 36.86 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് റിസോൾവ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്, 65 കിലോ ന്യൂട്ടൺ ഈ ആക്സസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പോണൻറ്റ് കൊസൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ 65 ഇൻറ്റു കോസ് 36.86. പിന്നെ ഈ കമ്പോണൻ്റ് എന്ത് വരും, സൈൻ കമ്പോണൻ്റ് വരും അല്ലേ. അതായത് 65 ഇൻറ്റു കോസ് സൈൻ
36.86 ഡിഗ്രി. ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ഒരു ഫോഴ്സ് ഈ പോയിന്റിൽ പുറത്തേക്കാണ്. അപ്പോൾ രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും പുറത്തേക്ക് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കമ്പോണൻറ്റ് എടുക്കാം. ഇനി നമുക്ക് അടുത്ത ഫോഴ്സ് എടുക്കാം. ഏതാണ്? 56.4 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ്. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു. നോക്കി, ഇനിയും ഇതിന് നമുക്ക് ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. നമുക്ക് കോഴ്സിൽ തന്നിട്ടുണ്ടല്ലേ, വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഈ ഒരു ഫോഴ്സ് ഏത് ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ആക്സിസുമായിട്ടാണ്. അപ്പോൾ ആ കമ്പോണൻ്റ് ആയിരിക്കും നമ്മുടെ കൊസൈൻ കമ്പോണൻ്റ്. അപ്പോൾ 56.4 ഇൻറ്റു കോസ് 45 ഡിഗ്രി. ഈ കമ്പോണ്ട് എന്തായിരിക്കും? സൈൻ കമ്പോണ്ട് ആയിരിക്കും. 56.4 ഇൻറ്റു സൈൻ 45. ഓക്കെ. അപ്പം ഇനി അടുത്തത് ഇനി ഡയറക്ഷൻ എങ്ങനെയാണ്? രണ്ട് കമ്പോണൻറ്റും പുറത്തേക്കായിരിക്കും. ഇനി നമുക്ക് ഒരു ഫോഴ്സും കൂടെ മാത്രമേ ഉള്ളൂ. ഏതാണ് ആ ഫോഴ്സ്? 45.2 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് അല്ലേ. അപ്പോൾ ആ ഫോഴ്സിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. 45.2 എന്ന് പറയുന്ന ഈ ഫോഴ്സ്, ഇത് ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഫോഴ്സ് ഈ ആക്സുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ 45.2 ഇൻറ്റു കോസ് 60. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈൻ കമ്പോണൻ്റ് ആവും. 45.2 ഇൻറ്റു സൈൻ 60 എന്ന് വരും. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് തന്നെയായിരിക്കും. നമ്മളെല്ലാം തന്നിരിക്കുന്ന എല്ലാ ഫോഴ്സും നമ്മൾ റിസോൾവ് ചെയ്തു. നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മായിട്ടുള്ള സിഗ്മ എച്ചിനെ നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ എച്ച് എന്ന് പറയുന്നത് നോക്കി, ഫസ്റ്റ് നമ്മൾ 80 കിലോമീറ്റർ എടുക്കുക. 80 കിലോമീറ്ററിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഏതാണ്? 80 cos 30 ആണ്. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് റൈറ്റിലേക്കാണ്, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ 80 ഇൻറ്റു കോസ് 30. ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്? 65 ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ നോക്കിയാൽ -65 ഇൻറ്റു കോസ് 36.86. ഓക്കെ. നമുക്ക് അടുത്തത് 56.4 ആണ്. 56.4ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതാണ് അല്ലേ. അത് ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ -56.4 ഇൻറ്റു സൈൻ 45. ഓക്കെ. ഇനി അടുത്തത് ഈ ഫോഴ്സാണ് അല്ലേ, 45.2. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഏതാണ്? ഇതാണ്. അത് റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം +45.2 ഇൻറ്റു കോസ് 60. അതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻ്റെ വാല്യൂ കിട്ടുന്നത് -0.0055 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് അടുത്തത് വേർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മിനെ കണ്ടുപിടിക്കാം. അപ്പോൾ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് അപ്വേർഡായിട്ടാണെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ഡൗൺവേർഡായിട്ടാണെങ്കിൽ നെഗറ്റീവ് എടുക്കുക. 80 എന്ന് പറയുന്ന ഈ ഫോഴ്സ് എൻ്റെ കമ്പോണൻറ്റ് നോക്കി, ഇതാണ് അല്ലേ, വേർട്ടിക്കൽ കമ്പോണൻറ്റ് ഇതാണ്, അത് അപ്വേർഡാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം +80 ഇൻറ്റു സൈൻ 30 എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത ഫോഴ്സ് 65 ആണ്. 65ൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അപ്വേർഡാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം +65 ഇൻറ്റു സൈൻ 36.8 എന്ന് എഴുതി. ഇനി അടുത്ത ഫോഴ്സ് 56.4. അതിൻ്റെ നോക്കിയേ, അതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതെങ്ങനെയാണ്? ഡൗൺവേർഡാണ്. അപ്പോൾ -56.4 ഇൻറ്റു കോസ് 45. ഇനി അടുത്ത ഫോഴ്സ് ഇതാണ്. അതിൻ്റെ എങ്ങനെയാണ്? അതിൻ്റെ കമ്പോണൻറ്റ് നോക്കി, വേർട്ടിക്കൽ കമ്പോണൻറ്റ് ഡൗൺവേർഡാണ്. അപ്പോൾ സൈൻ എന്താണ്? മൈനസ് ആണ്. -45.2 ഇൻറ്റു സൈൻ 60. ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പം കിട്ടുന്നത് -0.34 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം അല്ലേ. റിസൾട്ടൻ്റ് ഇക്വേഷൻ നമുക്കറിയാം, R = √σ² + σv² ആണ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സിഗ്മ എച്ച് നമുക്കുണ്ട്, സിഗ്മ വി നമുക്കുണ്ട്. അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.034 എന്ന് കിട്ടും. ഓക്കെ. അതായത് ഇതിന് നമ്മൾ റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണെന്നാണ് അർത്ഥം. നമുക്ക് റിസൾട്ടിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഡയറക്ഷനൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല.